സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ദിനംപ്രതി 12,000-ലധികം പേരാണ് പകർച്ചപ്പനി ബാധിച്ച് ചികിത്സ തേടുന്നത് എന്ന് മനസ്സിലാകുന്നു. മാത്രമല്ല കൊറോണ ബാധിതരുടെ എണ്ണത്തിലും വർധനവുണ്ട്. രശ്മി, ഈ അസുഖബാധിതരുടെ എണ്ണത്തിൽ വർധനവ്, ഈ പകർച്ചപ്പനി ഒപ്പം തന്നെ കൊറോണ രോഗബാധയും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് എത്രത്തോളം ഗുരുതരമായ സാഹചര്യമാണ്? ലക്ഷ്മി, സംസ്ഥാനത്തെ ഒരു സാഹചര്യം അതീവ ഗുരുതരം തന്നെയാണ്. പനിബാധിതരുടെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും വർദ്ധിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ ഇത്തരം പനികൾ ഉണ്ടാകുന്നത് മഴക്കാലത്താണ്. പക്ഷേ ഇത് മഴക്കാലത്തിന് മുന്നേ സംസ്ഥാനത്ത് പടർന്നു പിടിച്ച പകർച്ചവ്യാധികൾ, പകർച്ചപ്പനികൾ അതിപ്പോഴും കുറയാതെ തുടരുന്നു എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രതിദിന രോഗികളുടെ എണ്ണം ഏതാണ്ട് 12,000-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെയുള്ള പനി ബാധിച്ച് ആളുകൾ മരിക്കുന്നവരുടെ എണ്ണവും വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് DHS, ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് പ്രസിദ്ധീകരിക്കുന്ന കണക്കുകളിൽ ഇത്തരത്തിൽ എത്ര പേർ കൃത്യമായി മരിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും തന്നെ പുറത്തുവിടുന്നില്ല. ഇത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതി ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടി എത്തുന്നവരാണ് ഈ 12,000 എന്നുള്ളത്. അത് സ്വകാര്യ ആശുപത്രികളിലെ കണക്ക് കൂടി എടുക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊറോണ ബാധിതരുടെ എണ്ണത്തിലും വർധനമുണ്ട്. അത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിലാണ് ഇത് പറയുന്നത്. അതായത് രാജ്യത്ത് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. പ്രതിദിനം 150-നും 200-നും ഇടയ്ക്ക് രോഗബാധിതർ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകളിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ചില പ്രത്യേക പനികളുടെ വകഭേദങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നടത്താത്തതാണ് ഇത്തരത്തിൽ പകർച്ചപ്പനികൾ പടർന്നു പിടിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെ തന്നെ ഈ പനിബാധിതരുടെ എണ്ണവും മരണവും വർദ്ധിച്ചൊരു സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പഠനം നടത്തും എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ ആ പഠനവുമായി ബന്ധപ്പെട്ട സമിതിയെ പഠനം നടത്തും എന്നുള്ളൊരു കാര്യം തിരക്കിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാനത്തെ സാഹചര്യം വലിയ രീതിയിൽ ഗുരുതരമാകും എന്നുള്ളതാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്നതിന് കാരണം എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. വലിയ രീതിയിൽ ഈ കൊതുക് സംസ്ഥാനത്ത് പടർന്നിട്ടുണ്ട്. പലയിടങ്ങളിലായി കൊതുകിന്റെ വളർച്ച വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അത് ഈ മഴക്കാലത്തിന് മുന്നോടിയായിട്ടൊക്കെ കൃത്യമായി ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തണമെങ്കിൽ മാത്രമേ ഈ ഒരു സാഹചര്യത്തിലൊക്കെ മാറ്റമുണ്ടാകും. ഇതിന് മുൻപ് 2017-ലാണ് കേരളത്തിൽ ഇതേപോലെ ഡെങ്കിപ്പനിയൊക്കെ തന്നെ പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കേരളം എത്തിയിരിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ ഈ ഒരു പനിബാധയുമായി ബന്ധപ്പെട്ട പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളത് സംസ്ഥാനത്തിന് പലതവണ നിർദ്ദേശം നൽകിയിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഈ ഒരു പനിബാധയിൽ പ്രത്യേക യോഗം ചേരുകയോ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും. മാത്രമല്ല ഈ പനിബാധിതരിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളിൽ അതും വലിയ രീതിയിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ശരീരത്തിൽ ഉൾപ്പെടെ അലർജിയൊക്കെ പ്രകടമാകുന്ന തരത്തിൽ പല രോഗികളെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും ഒക്കെ ദിനം പ്രതി എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ പനിബാധിതരും അവരുടെ മരണങ്ങളിലൊക്കെ തന്നെ കൃത്യമായ പഠനം, ഇത് വളരെ ഗൗരവത്തോടു കൂടി കണ്ട് പഠനം നടത്തണം എന്നുള്ളത് ആരോഗ്യ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അലംഭാവം ആരോഗ്യ വകുപ്പ് തുടരുകയാണ്.